അടിമത്തത്തിൽ നിന്നും മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന് യേശു ക്രിസ്തു കാൽവരിയിലെ മരക്കുരിശിൽ ജീവൻ വെടിഞ്ഞതിന്റെ ഓർമ്മയിൽ ലോകമെങ്ങും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ യേശുവിന്റെ പീഠാനുഭവ ചരിത്ര പാരായണവും കുരിശിന്റെ വഴിയും നടത്തി. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന പള്ളിയിൽ വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടാകാനുള്ള വിളിയാണ് ദുഃഖവെള്ളിയെന്ന് സന്ദേശം നൽകി അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് കോച്ചേരി പറഞ്ഞു. ക്ഷമിക്കുക, പൊറുക്കുക, അനുരഞ്ജനപ്പെടുക എന്ന സന്ദേശമാണ് ദുഃഖവെള്ളി നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ദേവാലയം ചുറ്റി പ്രദക്ഷിണം തുടങ്ങി. തുടർന്ന് യേശുവിന്റെ പീഡസഹനങ്ങളുടെ ദൃശ്യാവിഷ്കാരത്തിന്റെ അകമ്പടിയോടെ കുരിശിന്റെ വഴി ആരംഭിച്ചു. നഗരം ചുറ്റി തിരികെ പള്ളിയിൽ സമാപിച്ചു. ഫാദർ ജെയ്സൺ സമാപനാശീർവാദം നൽകി. വിശ്വാസികൾ കുരിശുരൂപം മുത്തി കയ്പുനീർ പാനം ചെയ്തു. നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു. നാളെ ദുഃഖശനി. ജ്ഞാനസ്നാന വൃത്തങ്ങൾ നവീകരണം നടത്തും. 20-ന് യേശുവിന്റെ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ആഹ്ലാദവുമായി ഈസ്റ്റർ ആഘോഷിക്കും. 50 ദിവസത്തെ നോമ്പാചരണം സമാപിക്കും. SS Gold, Pure Gold. SS Group, Nilambur.